ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉഴുന്നോടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് കഴുകി ഞാനൊരു 2 മണിക്കൂർ നേരത്തോളം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു സവോള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 5-10 കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് അരയ്ക്കാൻ തുടങ്ങുകയാണ്. ഉഴുന്ന് ഞാൻ ചെറിയ ജാറിലോട്ട് അരയ്ക്കണത്. പിന്നെ കുറച്ച് ഉഴുന്നല്ലേ ഉള്ളൂ, പിന്നെ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ചെറിയ ജാറാണ് എളുപ്പം. അപ്പോൾ ഞാനൊരു 3/4 ഭാഗത്തോളം ഉഴുന്നിട്ടിട്ട് പെട്ടെന്ന് അരയ്ക്കാൻ നോക്കുകയാണ്. നന്നായിട്ട് അരയണം. ഒരു പ്രാവശ്യം അരച്ചു, പിന്നെ ഒരു 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു. എന്നിട്ടാണ് ഞാൻ പിന്നെ നന്നായിട്ട് അരച്ചെടുത്തത്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ അരച്ചു. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി അരച്ചെടുത്തു. നോക്കൂ ഇപ്പോൾ എങ്ങനെയുണ്ട്. തീരെ 4 സ്പൂൺ വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ മാവിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും സവോളയും എന്താ പറയുക, കറിവേപ്പില എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ച ഇതെല്ലാം ചേർത്തു. ഇനി കുരുമുളകും ജീരകവും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട് അടുപ്പത്ത്. ഇപ്പോൾ ഇടത്തെ ഉള്ളം കയ്യിൽ നല്ലോണം വെള്ളം പുരട്ടി കൊടുക്കുകയാണ് ആദ്യം ചെയ്യണത്. എന്നിട്ടാണ് ഞാൻ വടയ്ക്ക് ഷേപ്പ് ഉണ്ടാക്കണത്. പല രീതിയിൽ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കണ രീതിയാണിത്. ഇനി കയ്യിൽ ഒന്ന് കുറച്ച് മാവെടുത്ത് ഉരുട്ടി നമുക്ക് ഇടത്തെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം തൊട്ടിട്ട് നമുക്ക് വടയുടെ ഷേപ്പ് ഉണ്ടാക്കാം ആദ്യം. അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാവുണ്ടല്ലോ അടുപ്പത്ത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ പ്രത്യേകിച്ചും മീഡിയത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വടയുടെ ഷേപ്പ് ഉണ്ടാക്കി ഇനി പതുക്കെ എണ്ണയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് എണ്ണ കയ്യിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ വട ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് കയ്യിൽ വെച്ച് പരത്തി രണ്ടാമത്തെ വടയ്ക്ക് ഷേപ്പ് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു വടയ്ക്കും കൂടിയുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ വട ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വട ഒന്ന് മൂത്ത് കാണും. അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടേക്ക് ഈ ഉണ്ടാക്കിയ വട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ മൂന്നാമത്തെ വടയും ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മൂക്കണം. അപ്പോൾ നമുക്ക് ഓരോരോ വടകളായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ 2 ഭാഗവും നല്ലോണം വേവുള്ളൂ. പിന്നെ മോൾ ഭാഗത്ത് നല്ല ക്രിസ്പാവണം, ഉള്ളു നല്ലോണം വേവും വേണമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. നമ്മളെല്ലാ വടകളും ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇനി അത് പതുക്കെ കിടന്ന് വേവണം. തീ ഒട്ടും കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ തന്നെ ഇരിക്കണം. എന്നാലേ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഉഴുന്നുവട വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വട നല്ല നിറം വന്നു. നോക്കൂ, നല്ല നിറം വന്നില്ലേ? ഇനി നമുക്ക് നമ്മുടെ വട ഓരോന്നോരോന്നായിട്ട് വാങ്ങിയെടുക്കാം. കണ്ടോ, എല്ലാ വടയും നമ്മുടെ തയ്യാറായി. അപ്പോൾ നമ്മുടെ വടകളെല്ലാം വാങ്ങിയെടുത്തു. നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും ഞാൻ 3 വട ഉണ്ടാക്കി ചീഞ്ചീട്ടിലേക്ക് ഇട്ട് കൊടുത്തു. തീ മീഡിയത്തിൽ തന്നെ ഇരിക്കണു. അപ്പോൾ എല്ലാതും പിന്നെയും മറിച്ചിട്ട് അടുത്ത ട്രിപ്പും തയ്യാറായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വടയുടെ കൂടെ നാളികേര ചട്നിയാണ് കൂടുതൽ നമുക്ക് അതിന് യോജിച്ചത്. അപ്പോൾ കുറച്ച് നാളികേര ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഉഴുന്നുവട തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക്